ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ നാടൻ കുറുമയാണ്. അതിനായിട്ടൊരു 300 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ചുവന്നുള്ളി ഒരു 200 ഗ്രാമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തോലെല്ലാം മാറ്റിയ ശേഷം നമുക്ക് ഒന്ന് മാറ്റി വെച്ചേക്കാം. ഇനി ഒരു ചട്ടിയിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായാലുടൻ തന്നെ നമുക്ക് കടുകാണ് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത്. എണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഉള്ളിയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാനാണ്. ഇനി നമുക്ക് കടുക് പൊട്ടിയാൽ ഉടൻ തന്നെ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയെല്ലാം നമുക്ക് ഈ എണ്ണയിലിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. തേങ്ങയൊന്നും ചേർക്കാതെയാണ് ഞാനിപ്പോൾ ഈ ചിക്കൻ കറി റെഡി ചെയ്യുന്നത്. നമുക്ക് അരപ്പിനായിട്ടാണ് ഇപ്പോൾ ഈ ഉള്ളി വഴറ്റിയെടുക്കുന്നത്. ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഇടത്തരം സൈസിലുള്ള ഒരു തക്കാളി കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തക്കാളി വേണം എടുക്കാൻ. ഉള്ളിയുടെ നിറമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാല പൗഡറാണ്. അതൊരു 3 സ്പൂൺ അളവിലാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളെല്ലാം നമുക്ക് ഈ എണ്ണയിലിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. പൊടികളൊക്കെ വറുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീ കുറച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. വറുത്തെടുത്ത ഐറ്റംസൊക്കെ ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതിൽ നിന്നും പകുതി മാത്രമാണ് ഞാനിപ്പോൾ കോരി എടുക്കുന്നത്. ബാക്കി ചട്ടിയിൽ തന്നെ വെച്ചേക്കണം. ഇത് നമുക്ക് തണുപ്പിക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ബാക്കി ഉള്ളിയിൽ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് തീർച്ചയായിട്ടും ഈ കറിയിൽ ചേർത്തിരിക്കണം. അതുകൂടി ചേരുമ്പോഴാണ് കറിക്ക് പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. നമുക്ക് ചോറിനോട് മാത്രമല്ല ചപ്പാത്തിയോട് അപ്പത്തിനോടൊക്കെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഉള്ളിയൊക്കെ മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. 1 സ്പൂൺ പൊട്ട് കടല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. കടല ചേർക്കുമ്പോൾ നമുക്ക് കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടുന്നതാണ്, കൂടെ ടേസ്റ്റും കിട്ടുന്നതാണ്. ചിക്കനൊക്കെ ഇപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൂടി ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ അരപ്പ് വെള്ളം കൂടി ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് ഒന്ന് നോക്കിക്കോണം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കറിവേപ്പിലയാണ്. ഒരു പിടി കറിവേപ്പില കൂടി ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇളക്കി കൊടുക്കുക. കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. എത്രത്തോളം തിളപ്പിക്കാമോ അത്രത്തോളം നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. കറി ഏകദേശം റെഡിയായി വരുമ്പോൾ നമുക്ക് ഈ കറിയുടെ കളറൊക്കെ മാറി വരുന്നതാണ്. ചെറിയൊരു ബ്രൗൺ കളറായിട്ട് കറി മാറുന്നതാണ്. അവസാനം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോക്കനട്ട് മിൽക്ക് ക്രീമാണ്. അത് തയ്യാറാക്കാനായിട്ട് നമുക്ക് 1 ഗ്ലാസ് കോക്കനട്ട് മിൽക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 7-8 മണിക്കൂർ വയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ക്രീം വരുന്നതാണ്. അത് നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. ക്രീം ചേർത്താൽ ഉടൻ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. ഒന്ന് അടച്ചു വെക്കണം. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ നാടൻ കുറുമ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.